ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എപ്സിലോൺ എൻ എഫ് എനെ എങ്ങനെ എൻ എഫ് എയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. എന്ന് വെച്ചാൽ കൺവേർഷൻ ഓഫ് എപ്സിലോൺ എൻ എഫ് എ ടു എൻ എഫ് എ. ഒരു മെത്തേഡ് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് മറ്റൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്കൊരു ഈ എപ്സിലോൺ എൻ എഫ് എ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ട്രാൻസിഷൻ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്സ് ഉണ്ടാവും, Q0, Q1 ആൻഡ് Q2. ഇതിൽ സ്റ്റാർട്ട് സ്റ്റേറ്റിനെ മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആക്സെപ്റ്റ് സ്റ്റേറ്റിനെ മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഉണ്ടാവുക ഇൻപുട്സ് ആണ് A, B, C ആൻഡ് വൺ മോർ ഇൻപുട്ട്, ദാറ്റ് ഈസ് എപ്സിലോൺ. ഇനി ട്രാൻസിഷൻ ടേബിളിൽ നമ്മൾ നോക്കുമ്പം Q0ലേക്ക് എ കൊടുത്താൽ, Q0ലേക്ക് എ ഇൻപുട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് Q0. Q0ലേക്ക് ബി കൊടുത്താൽ ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ നമുക്ക് 5 അല്ലെങ്കിൽ ഡാഷ് ഇടാം. Q0ലേക്ക് സി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. Q0ലേക്ക് എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് Q1. ഇതുപോലെ ഇനി Q1ൻ്റെ നോക്കാം. Q1ലേക്ക് എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 ആണ്. 5 അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം കേട്ടോ. ഇവിടെ നമുക്ക് 5 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി Q1ലേക്ക് ബി കൊടുത്തു കഴിഞ്ഞാൽ Q1 കിട്ടുന്നു. Q1ലേക്ക് എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് Q2. Q1ലേക്ക് സി കൊടുത്തു കഴിഞ്ഞാൽ 5. ഇനി Q2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ Q2ൽ നമുക്ക് എ ഇല്ല, അപ്പം 5. Q2ൽ ബി ഇല്ല, 5. Q2ൽ സി ഉണ്ട്. സി കൊടുക്കുമ്പം Q2ലേക്ക് തന്നെയാണ് വരുന്നത്, അപ്പോൾ ഇവിടെ Q2ൽ നമുക്ക് എപ്സിലോൺ ഇല്ല, ഇവിടെ 5. ഇതാണ് നമ്മളെ ട്രാൻസിഷൻ ടേബിൾ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0, Q1, Q2 നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പം എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറഞ്ഞാൽ എന്താ? എപ്സിലോൺ വെച്ചിട്ട് നമുക്ക് ട്രാൻസിഷൻ ചെയ്തിട്ട് എത്താൻ പറ്റുന്ന സ്റ്റേറ്റ്സ്. അപ്പോൾ Q0 എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ ആ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് അത് തന്നെ ഒന്ന് എഴുതണം. അപ്പോൾ Q0 എന്ന് എഴുതുക. പിന്നെ നമുക്ക് എഴുതാനുള്ളത് Q1. എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ Q1-ലെത്തുമ്പം Q1. പിന്നെ എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q2-ലും എത്താൻ പറ്റും. അപ്പം Q0-ൽ എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സ്റ്റേറ്റ്സ് ആണ് എപ്സിലോൺ ക്ലോഷർ എന്ന് പറഞ്ഞാൽ, എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറഞ്ഞാൽ. അതുപോലെ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 കാണണം. Q1-ൽ നമ്മൾ എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q1 ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ Q2 ഉണ്ട്. ഇനി അടുത്തത് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2 എന്തായിരിക്കും? എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും വരുന്നില്ല അല്ലേ, Q2 മാത്രമേ വരുന്നുള്ളൂ, വേറെ സ്റ്റേറ്റ്സിലേക്കൊന്നും ട്രാൻസിഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ Q2 മാത്രമായിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ എപ്സിലോൺ ക്ലോഷർ കണ്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രാൻസിഷൻ ടേബിൾ ഓഫ് NFA ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ട്രാൻസിഷൻ ടേബിൾ ഓഫ് NFA. അപ്പം NFAൻ്റെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുമ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ ഡെൽറ്റ ആണെങ്കിൽ ഇവിടെ ഡെൽറ്റ ഡാഷ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇൻപുട്ട് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? Q0, Q1, Q2 എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി ഇൻപുട്സ് ആയിട്ട് സ്റ്റേറ്റ്സ് ഇൻപുട്സ് ആയിട്ട് A, B, C. എപ്സിലോൺ ഉണ്ടാവുമോ? എപ്സിലോൺ ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മൾ എപ്സിലോൺ ഉള്ള NFAനെ എപ്സിലോൺ ഇല്ലാത്ത NFA ആക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ എപ്സിലോൺ ഇല്ല, A, B, C എന്ന് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഓരോന്നും ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പം Q0ലേക്ക് എ കൊടുത്താലുള്ള ഡെൽറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡാഷ് ഓഫ്
Q0, A ഇത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ Q0യിലേക്ക് A കൊടുത്താൽ എന്ത് കിട്ടുമെന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെൽറ്റ ഡാഷ് ഓഫ് Q0, A എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q0 ഡെൽറ്റ ഓഫ് Q0 എന്നല്ല, ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0, A ഇങ്ങനെയാണ് വരിക. സോ നമുക്ക് ഇതൊന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ഡെൽറ്റ ഡാഷ് ഓഫ് Q0, A എന്ന് വെച്ചാൽ എന്താണ്? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0, A. ഇതെങ്ങനെ കാണാം? ഫസ്റ്റ് നമ്മൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 കാണണം. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറഞ്ഞാൽ എന്താ? Q0, Q1, Q2 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q0, എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറഞ്ഞാൽ എന്താണ്? Q0, Q1, Q2. അപ്പം Q0, Q1, Q2, A ഇങ്ങനെ വരും. ഇത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം? ഇതിനെ നമുക്ക് യൂണിയൻ ആക്കിയിട്ട് എഴുതാം. അപ്പം എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q0, A യൂണിയൻ ഡെൽറ്റ ഓഫ് Q1, A യൂണിയൻ ഡെൽറ്റ ഓഫ് Q2, A ഇങ്ങനെ എഴുതാം. ഇത് നോക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഡെൽറ്റ ഓഫ് Q0ക്ക് A കൊടുത്താൽ Q0, Q1ലേക്ക് A കൊടുത്താൽ 5, Q2ലേക്ക് A കൊടുത്താൽ 5. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുക? Q0 മാത്രമാണ് ഉണ്ടാവുക. അപ്പം എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് കിട്ടും. ഓക്കെ, എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇതൊക്കെ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്താ? Q0, Q1, Q2. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? Q0, Q1, Q2 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മൾക്ക് എവിടെ ഫില്ല് ചെയ്യാം? NFAൻ്റെ ട്രാൻസിഷൻ ടേബിളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? Q0, Q1, Q2 എന്ന് വരും. ഇത് വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ അടുത്ത് Q0യിലേക്ക് B കൊടുത്താൽ എന്തായിരിക്കും എന്ന് കാണണം. അപ്പോൾ എങ്ങനെയാണ്? ഡെൽറ്റ ഡാഷ് ഓഫ് Q0, B. അതെന്താണ്? ഇക്വേഷൻ എന്താണ്? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0, B. എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്തായിരുന്നു? Q0, A, Q0, Q1, Q2. അപ്പം നേരത്തെ പോലെ തന്നെ Q0, Q1, Q2 ഇതിലേക്ക് നമുക്ക് B ആണ് ഇൻപുട്ട്. അപ്പോൾ Q0യിലേക്ക് B കൊടുത്താൽ 5 ആണ്, Q1ലേക്ക് B കൊടുത്താൽ Q1 ആണ്, Q2ലേക്ക് B കൊടുത്താൽ 5 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ? യൂണിയൻ ചെയ്യുമ്പോൾ Q1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q1 ഡെൽറ്റ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Q1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 എന്താണ്? Q1, Q2. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1, Q2. അപ്പം ഇവിടെ നമുക്ക് Q1, Q2 എന്ന് ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ ഏതാ വേണ്ടത്? C ഡെൽറ്റ ഡാഷ് ഓഫ്
Q0, C. സിൻ്റെത് വരുമ്പോൾ എങ്ങനെയാണ്? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0, C. അപ്പം എപ്സിലോൺ ക്ലോഷർ ഓഫ് നമ്മൾ Q0ൻ്റെ എപ്സിലോൺ ക്ലോഷർ കണ്ടാൽ Q0, Q1, Q2. അപ്പോൾ Q0, Q1, Q2ലേക്ക് C കൊടുത്താൽ എന്തൊക്കെയുള്ളത് നോക്കുക. C കൊടുത്തു കഴിഞ്ഞാൽ Q0ൻ്റെ കേസിൽ 5 ആണ്, Q1ൻ്റെ കേസിൽ 5 ആണ്, Q2ൻ്റെ കേസിൽ Q2 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? Q2 മാത്രമേ ഉണ്ടാവുള്ളൂ യൂണിയൻ ചെയ്യുമ്പോൾ. എന്നുവെച്ചാൽ 5 യൂണിയൻ Q2. അപ്പം എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2 എന്ന് പറഞ്ഞാൽ എന്താണ്? Q2. അപ്പോൾ നമുക്ക് Q2 കിട്ടി. ഇവിടെ നമ്മൾ ഈ ചെയ്യുന്ന യൂണിയൻ ഇല്ലേ, അത് ജസ്റ്റ് ഇവിടെ നോക്കിയിട്ട് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഷോർട്ടാക്കിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെയാണ് ഈ യൂണിയൻ കാണുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ കോളത്തിലുള്ള ഓരോ എലമെൻസിൻ്റെ യൂണിയൻ കാണാം. ഇപ്പം നമുക്ക് എന്തായി? Q0ൻ്റെ ഫില്ല് ചെയ്തു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? Q1ൻ്റെ ചെയ്യണം, Q2ൻ്റെയും ചെയ്യണം. ഓക്കെ, നമുക്ക് അത് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ NFAൻ്റെ ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? ഡെൽറ്റ ഡാഷ് ഓഫ് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ കോമ ഫസ്റ്റത്തെ ഇൻപുട്ട് സിമ്പിളല്ല, സ്റ്റേറ്റ് കോമ ഇൻപുട്ട് സിമ്പിൾ. അപ്പോൾ ഫസ്റ്റത്തെ ഇൻപുട്ട് സിമ്പിൾ A. അപ്പോൾ Aൻ്റെത് വെച്ചിട്ട് കാണുമ്പോൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് സ്റ്റേറ്റ് കോമ A. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ Q1ൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഡാഷ് ഓഫ് Q1, A. Q1, A ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 കാണണം. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1ൽ എന്താ ഉള്ളത്? Q1ഉം Q2ഉം. അപ്പോൾ Q1ലേക്കും Q2ലേക്കും A കൊടുത്താൽ എന്താ കിട്ടുക നോക്കുക. Q1ഉം Q2 എടുക്കുമ്പം A കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ Q0 കൺസിഡർ ചെയ്യൂല. അപ്പം Q1ഉം Q2 എടുത്തിട്ട് A കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 എന്നാണ് കിട്ടുക. അപ്പോൾ 5 യൂണിയൻ 5ൻ്റെ എപ്സിലോൺ ക്ലോഷർ കണ്ടാൽ നമുക്ക് എന്താണ്? 5 തന്നെയാണ് വരിക. അപ്പം അതുകൊണ്ടാണ് ഇവിടെ 5 വന്നത്. ഇങ്ങനെ ഓരോന്നും നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ട്രാൻസിഷൻ ടേബിൾ ആയിട്ടുണ്ട്. ഇനി ഈ ടേബിളിലെ ഫൈനൽ സ്റ്റേറ്റും സ്റ്റാർട്ട് സ്റ്റേറ്റും നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് ആക്സെപ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് Q2 ആണെന്ന് അറിയാം. സ്റ്റാർട്ട് സ്റ്റേറ്റ് Q0 ആണ്. ഇനിയും ഫൈനൽ സ്റ്റേറ്റ്സ് ഉണ്ടാവും NFAയിൽ. അപ്പം അതെങ്ങനെ കാണുകയെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റേറ്റ് എടുക്കുക. അപ്പോൾ Q0 എടുത്തിട്ട് Q0ൻ്റെ എപ്സിലോൺ ക്ലോഷറിൽ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? Q2. അപ്പോൾ Q0ൻ്റെ എപ്സിലോൺ ക്ലോഷറിൽ Q2 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് Q2 ഉണ്ട്, അതുകൊണ്ട് Q0വും ഒരു ഫൈനൽ സ്റ്റേറ്റ് ആവും. ഇനി Q1ൻ്റെ എപ്സിലോൺ ക്ലോഷറിൽ Q2 ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് Q2 ഉണ്ട്, അതുകൊണ്ട് ഇതും എന്ന് വെച്ചാൽ Q1ഉം ഒരു ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ Q2 ഓൾറെഡി ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് NFAൻ്റെ ട്രാൻസിഷൻ ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ട്രാൻസിഷൻ ഡയഗ്രം വരയ്ക്കണം. അപ്പോൾ ട്രാൻസിഷൻ ഡയഗ്രം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്സ് വരക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് സ്റ്റേറ്റ് Q0 ഫൈനൽ സ്റ്റേറ്റും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഡബിൾ സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിലേക്ക് A കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. A കൊടുത്തു കഴിഞ്ഞാൽ Q0 കിട്ടണം, Q1ഉം കിട്ടണം, Q2ഉം കിട്ടണം. അപ്പം A കൊടുത്തു കഴിഞ്ഞാൽ Q0 വേണം, അപ്പം ലൂപ്പായിട്ട് കൊടുക്കുക. A കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q1 വേണം. Q1 ആക്സെപ്റ്റ് സ്റ്റേറ്റും കൂടെ ആയതുകൊണ്ട് 2 സർക്കിൾ ഉണ്ടാവും. അപ്പം A കൊടുത്തു കഴിഞ്ഞാൽ Q1 കിട്ടുന്നുണ്ട്, A കൊടുത്തു കഴിഞ്ഞാൽ Q2ഉം കിട്ടുന്നുണ്ട്. അപ്പം Q2ഉം കൂടെ നമുക്ക് വരക്കാം. Q2 ആക്സെപ്റ്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ A കൊടുത്തു കഴിഞ്ഞാൽ കിട്ടി. ഇനി B കൊടുക്കുമ്പം Q1ഉം Q2 ആണ് കിട്ടും. അപ്പോൾ Q0ൽ B കൊടുത്തു കഴിഞ്ഞാൽ Q1ഉം
അതുപോലെ Q2 കിട്ടും. ഇനി Q0യിൽ C കൊടുത്തു കഴിഞ്ഞാൽ Q2 മാത്രം കിട്ടും. ഓക്കെ, Q0യിൽ C കൊടുത്തു കഴിഞ്ഞാൽ Q2. ഇനി അതുപോലെ Q1ൻ്റെ കേസ് എടുക്കുമ്പോൾ Q1ലേക്ക് A കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല, 5 ആണ്. Q1ലേക്ക് B കൊടുത്തു കഴിഞ്ഞാൽ Q1ഉം Q2ഉം. അപ്പോൾ Q1ലേക്ക് B കൊടുത്താൽ Q1 തന്നെ കിട്ടും. ഇപ്പോൾ ലൂപ്പ്. പിന്നെ അതുപോലെ നമുക്ക് Q2ഉം കിട്ടും B കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി Q1ലേക്ക് C കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q2 കിട്ടും. Q1ലേക്ക് C കൊടുത്താൽ Q2 കിട്ടും. ഇനി Q2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ A കൊടുത്താൽ Q2, അപ്പോൾ നമ്മൾ ലൂപ്പ് ഇടും. B കൊടുത്താൽ 5 ആണ്, അപ്പോൾ ഒന്നുമില്ല. പിന്നെ C കൊടുത്തു കഴിഞ്ഞാൽ Q2 തന്നെ കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മളെ NFA നമുക്ക് കിട്ടുക. ഇത് ക്ലിയർ ആണല്ലോ. ഇനി ഇത് എല്ലാവരും നോട്ടിൽ ചെയ്തിട്ട് എനിക്ക് ഇപ്പം തന്നെ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും നോട്ടിൽ ഇത് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഞാനൊരു ഗൂഗിൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക, ഇതിൽ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് ആരൊക്കെ വ്യൂ ചെയ്തതെന്ന് എനിക്ക് ആ ഗൂഗിൾ ലിങ്കിലാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടാൽ എനിക്ക് ആരൊക്കെ വ്യൂ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ എത്ര കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവുക. അതനുസരിച്ചായിരിക്കും അറ്റൻഡൻസ് ഇടുക.